അങ്ങനെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും ഓർഡർ ചെയ്ത് രണ്ട് സാധനങ്ങൾ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ് ഗൈസ്. അൺബോക്സിംഗ് ദ ചാക്കാണ് ചെയ്യുന്നത്. സീനാണ് ഗൈസ്. നമ്മളിത് സുരേഷ് ഗോപി പൊളിക്കുന്ന പോലെ പൊളിക്കേണ്ടി വരും. ചാക്ക് കീറിയിരിക്കുന്നു ഗൈസ്. നമ്മുടെ അൺബോക്സിങ് വെറൈറ്റീസ് ആണ്. ഇതുകൊണ്ട് തന്നെ മാറ്റി വെച്ചു. കാന്താര കണ്ടുവന്ന കാരണം അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടി ഉണ്ടാകുന്ന BGM കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മി തുറന്നപ്പോ ഹലോണ ഗൈസ്, ഹലോണ മെമ്മറി ഫോമാട്ടാ. കാരണം രസം കാണാം, രസം എടുക്കാൻ. ഞാൻ ഉദ്ദേശിച്ച അത്ര വലിപ്പില്ല, എന്നാലും കുഴപ്പമില്ല, സമാധാനം. ഇനി ഇതും കൂടി നമുക്ക് തുറക്കാം ഗൈസ്. അടുത്തത് തുറന്നു വന്നപ്പോ സെറ്റ്. ഇതിനിവിടെ അങ്ങനെ സിബൊക്കെ ഉള്ളൊരു സാധനം കേട്ടോ. അതെന്തോ നൂലൊക്കെ പൊന്തിച്ചിട്ട് രണ്ടിനുണ്ട് കേട്ടോ സിബ് തുറന്ന് കാണിച്ചു തരാം ഗൈസ്. സിബ് തുറന്നു കഴിഞ്ഞാൽ തിന്നാൻ പറ്റണ പോലത്തെ എന്തിനു പറയുന്നത്, നമ്മുടെ ഈ പാലിൽ നിന്ന് ഉണ്ടാക്കണ ഒരു ടൈപ്പ് സാധനം കിട്ടില്ല. അതിൻ്റെ പേര് ഞാൻ മറന്നു. അതിൻ്റെ പേര് പറഞ്ഞല്ലേ, അയ്യോ അതിനെന്തിനു പറയാ, പനീർ പോലത്തെ സാധനമാണ് ഗൈസിലുള്ളത്. ഇങ്ങനെ തുറന്നു. അയ്യോ സിപ്പ് കടയിൽ മുമ്പ് മേടിച്ചു പോയി. പെട്ടു ഗൈസ്. രക്ഷപ്പെട്ടു ഗൈസ്. ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോയത്. തുറക്കുമ്പോൾ സൂക്ഷിക്കണം, എൻ്റെ ഇടയിൽ അതിൻ്റെ ഉള്ളിലത്തെ ഒരു ചിലപ്പോൾ സാധനം പെടും. യെസ്, അങ്ങനെ രണ്ട് തവണ ഇത് കണ്ട മെമ്മറി ഫേം ഇതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതാണ് ഗൈസ് എൻ്റെ അൺബോക്സിങ് കിടിലൻ തലവണയൊക്കെ. അപ്പോൾ നമ്മൾ ഇത് തുറന്ന് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇനി ഇത് കിടന്നാൽ എങ്ങനെയുണ്ടാവും നോക്കട്ടെ. ഇങ്ങനെ വെച്ചിട്ട് കഴുത്തോട് സപ്പോർട്ട് ഈ ഭാഗം ഇച്ചിരി പൊന്തിയിട്ടുള്ളൊരു ടൈപ്പാണ്. ഇവിടെ നമ്മുടെ ഈ കഴുത്തിൻ്റെ ബാക്കിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ പൊന്തിയിട്ടുള്ള ടൈപ്പ്. കിടന്ന് കാണിച്ചു തരാം ഗൈസ്. കിടന്ന് പരസ്യമൊന്നുമല്ല കേട്ടാ, സെറ്റാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല മണ്ണുള്ള സാധനം. സെറ്റ് സാധനം ഗൈസ്. ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ബിഗ് ബില്യൺ ഡേ കഴിഞ്ഞപ്പോഴാണ് അത് നമുക്ക് എത്തിയത്. അപ്പോൾ ബിഗ് ബില്യൺ ഡേ സെയിൽസിൽ നമ്മൾ മേടിച്ച അലോണ എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. ബൈ.